നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 രണ്ടാം പാദ മത്സരത്തിൽ അവസാനം പെനാൽറ്റി ഷൂട്ടൗട്ടിൽ റയൽ മാഡ്രിഡ് വിജയിച്ചു കയറുന്നത് അന്റോണിയോ റൂഡിയറുടെ ആ ഒരു പെനാൽറ്റിയിലാണല്ലോ. അത് ഒബ്ലക്ക് തടഞ്ഞു തോന്നിയതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടിട്ടാണ് പന്ത് വലയിലേക്ക് പോയത്. എന്താണ് അവിടെ സംഭവിച്ചത്? ആ അഞ്ചാം പെനാൽറ്റിയിൽ സംഭവിച്ചത് എന്താണ് എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് യാൻ ഒബ്ലക്ക് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരല്പം നേരത്തെ ഡൈവ് ചെയ്തിരുന്നെങ്കിൽ എനിക്കത് ഈസിലി സേവ് ചെയ്യാമായിരുന്നു. ഞാൻ അവസാനം വരെ വെയിറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു ആ സൈഡിലേക്ക് തന്നെയാണ് അടിക്കാൻ പോകുന്നത് എന്ന്. ഞാനൊരു ഇത്തിരി ലേറ്റായി പോയി. ദാറ്റ്സ് വൈ ഇറ്റ് വെൻറ്റ് ഇൻ. അതുകൊണ്ടാണ് അത് വലയിലേക്ക് കയറിയത്. അതാണ് ലക്ക്. ആ ലക്ക് ഞങ്ങൾക്കില്ല. ഇത് ഫുട്ബോളാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് ഇങ്ങനെ ആവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. സോ അദ്ദേഹത്തിന് തടയാൻ പറ്റിയില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് അങ്ങോട്ട് തന്നെയാണ് ആ ഷോട്ട് വരുന്നൊരു സെൻസ് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഇത്തിരി ലേറ്റായി പോയി. അതാണ് അവിടെ സംഭവിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് യാൻ ഒബ്ലക്ക് പറയുന്നു. തങ്ങൾക്ക് ഭാഗ്യമില്ലാതായി പോയി ഈ കളിയിൽ എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു, ഓഫ് കോഴ്സ് ഇത് വളരെ വേദനാജനകമാണ്. ഞങ്ങളൊരു ഗ്രേറ്റ് ഗെയിമാണ് കളിച്ചത്. പക്ഷേ ഒരല്പം ലക്ക് ഞങ്ങൾക്കില്ലാതായിപ്പോയി. ഷെയിമാണ്. ഇറ്റ്സ് എ ഷെയിം. ഇറ്റ്സ് ഹേർട്ട് എ ലോട്ട്. ഫാൻസ് വളരെയധികം ഇൻക്രെഡിബിളായിട്ട് ഞങ്ങളിപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ തോൽവിയിൽ ഞങ്ങൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് തിരികെ വരാൻ പറ്റില്ലല്ലോ, അവർ പുറത്തായല്ലോ. അതാണ് അദ്ദേഹം അവിടെ പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു നിമിഷം അദ്ദേഹം നേരത്തെ ഡൈവ് ചെയ്തിരുന്നെങ്കിൽ സംഗതി തടഞ്ഞിടാമായിരുന്നു എന്നത് ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ.